കോഴിക്കോട് കുറ്റ്യാടി ചീരണിയിൽ രണ്ടാഴ്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ ഇന്ന് മയക്കുവെടി വയ്ക്കും. വെറ്റിനറി സർജൻ അടങ്ങിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ സ്ഥലത്തെത്തും. ഇന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ കുറ്റ്യാടി മാനന്തവാടി റോഡ് ഉപരോധിക്കുമെന്ന് നാട്ടുകാർ അധികൃതരെ അറിയിച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കാട്ടാനയെ ഇന്ന് മയക്കുവെടി വെക്കും എന്നാണ് അറിയുന്ന വിവരം. അതുപോലെ തന്നെ ഈ ഒരു ആനയ്ക്ക് മയക്കുവെടി വെച്ചില്ലെങ്കിൽ ഈ ഒരു റോഡ് ഉപരോധിക്കും എന്നുള്ള ഇതിനൊരു ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാർ അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പ്രഭാതത്തിലും നമുക്ക് പറയാനുള്ളത് കുറ്റ്യാടി ചുരത്തിലെ ചൂരണിയിൽ ഇറങ്ങിയ കാട്ടാനയെക്കുറിച്ച് തന്നെയാണ്. ആ കുട്ടിയാനെ കഴിഞ്ഞ 2 ആഴ്ചയോളമായി പ്രദേശത്ത് ഇങ്ങനെ പരാക്രമങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. കൂട്ടം തെറ്റി വന്നൊരു കുട്ടിയാനയാണ്. അതിന് എങ്ങോട്ട് പോകുമെന്നുള്ള പരിഭ്രാന്തിയാണ് കുട്ടിയാനയെ സംബന്ധിച്ചുള്ളത്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ, ആൾക്കാർക്കുണ്ടാക്കുന്ന പരിക്കുകൾ തുടങ്ങിയവയെല്ലാം തന്നെ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദമ്പതികളായിട്ടുള്ള 2 പേർ, ഒപ്പം തന്നെ അവർ കവലുംപാറ കരിങ്ങാട് പ്രദേശത്തായിരുന്നെങ്കിൽ ഈ ചീരണി ഭാഗത്ത് തന്നെയുള്ള 4 യുവാക്കളെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഈ കുട്ടിയാനയുടെ ഭാഗത്തു നിന്ന് കണ്ടു. ഇപ്പോൾ ഇത് തൊട്ട് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ ഇന്നലത്തെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. ഇന്നലെ ഇത് നമ്മൾ നൽകിയതാണ്. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ക്യാമറയ്ക്ക് മുൻപിൽ ഈ കാട്ടാന ശല്യത്തെക്കുറിച്ച് പറയുന്ന ആളുകളുടെ അടുത്തേക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കാട്ടാന ഇങ്ങനെ പാഞ്ഞെടുക്കുന്ന ഒരു കാര്യം കണ്ടു. ഫോറസ്റ്റ് ജീപ്പിന് വലം വെച്ച് പിന്നീട് ആ കാട്ടാന പോകുന്ന ഒരു കാര്യം, കാട്ടാനയ്ക്കെതിരെ പറയുന്ന ആൾക്കെതിരെ പോലും കാട്ടാന പ്രതിഷേധിച്ച് പാഞ്ഞെടുക്കുന്ന ഒരു രംഗം പോലെയാണ് ഇത് നമുക്ക് കാണുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്നലെ ഇപ്പോൾ അവരാങ്കുന്നേൽ റീജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഈ കുട്ടിയാൻ അടിച്ചു തകർത്തു, കസേരകൾ തകർത്തു. അങ്ങനെ അതിൻ്റെ പരാക്രമം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടു. വനം മന്ത്രി AK ശശീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയാനെ മയക്കുവെടി വെക്കുമെന്ന് പറഞ്ഞ് ദിവസങ്ങളായി. മന്ത്രിയുടെ വാക്ക് പഴയ ചാക്കുവിൻ്റെ അത്ര പോലും ഉറപ്പില്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നാട്ടുകാർ ഇതോടുകൂടി ഇന്നലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ടായി. വെറ്ററിനറി സർജൻ എത്തും എന്ന് പറയുന്നതല്ലാതെ ആനയെ കാണാത്തത് കൊണ്ട് എങ്ങനെ എത്താൻ പറ്റുമെന്ന് വെറ്ററിനറി സർജൻ ചോദിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ ഈ വിവരമറിഞ്ഞ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന വിവരമറിഞ്ഞ് പുറത്തുനിന്ന് ഈ കുട്ടിയാനയുടെ പരാക്രമം കാണാനായി എത്തുന്ന കുറേ ദുരന്ത ടൂറിസ്റ്റുകളുമുണ്ട്. അവരെ സംബന്ധിച്ച് ദുരന്തമുഖത്ത് അങ്ങനെയാണല്ലോ, ദുരന്തമുഖത്തെ വിനോദസഞ്ചാരം എന്ന് പറയുന്ന പോലെ ഇത്തരം നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം കാണാനായി പുറത്തുനിന്ന് എത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അവരൊക്കെ വരുന്ന സമയത്ത് ഈ കുട്ടിയാന വീണ്ടും കൂടുതൽ പരാക്രമങ്ങളും പരിഭ്രാന്തിയിലുമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തൊട്ടിൽപ്പാലം പോലീസ് അറിയിച്ചിട്ടുള്ളത് പുറത്തുനിന്ന് ദയവേത് ആളുകൾ വരരുത്, ആളുകൾ കാര്യമായി പുറത്തിറങ്ങരുത്, എങ്കിൽ മാത്രമേ ഈ കുട്ടിയാനയെ പിടികൂടാൻ പറ്റൂ എന്നുള്ളതാണ്. ഈ ചൂരണിയിലെ നാട്ടുകാരെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി, അവർക്ക് മക്കളെ ഒന്നും സ്കൂളിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ അങ്കണവാടികളിലേക്ക് അയക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. ഇവർക്ക് കൃത്യമായി ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ കുട്ടിയാനയുടെ പരാക്രമം പേടിച്ച് അവിടെ തന്നെ വീട്ടിൽ തന്നെ കഴിയേണ്ടുന്ന ഒരു ദുരിതമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മയക്കുവെടി വയ്ക്കുമെന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്, വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. വെറ്ററിനറി സർജൻ ഇന്ന് സ്ഥലത്തെത്തും. എന്നിട്ട് ആനയെ കണ്ടെത്തി മയക്കുവെടി വയ്ക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ മയക്കുവെടി വയ്ക്കാൻ ആന കൃത്യമായി നിന്നു കൊടുക്കുമോ അല്ലെങ്കിൽ ആനയെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് സ്വാഭാവികമായും. ഇനി അഥവാ ഇന്ന് രാവിലെ 10 മണിക്കകം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെറ്ററിനറി സർജനുമായി എത്തിയില്ലെങ്കിൽ കുറ്റ്യാടി മാനന്തവാടി റോഡ് പൂർണ്ണമായും ഉപരോധിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. അത് സംബന്ധിച്ച മുന്നറിയിപ്പും നാട്ടുകാർ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചൂരണിയിലെ ഈ ജനങ്ങൾ കുട്ടിയാനയെ കൊണ്ട് വലിയ രീതിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ കൂട്ടം തെറ്റിയ കുട്ടിയാനെ തിരിച്ചയക്കേണ്ടുന്ന ഉത്തരവാദിത്തം വനം
വകുപ്പ് ഉദ്യോഗസ്ഥർ ഒട്ടും നിർവഹിക്കുന്നുമില്ല. അവർക്ക് കൃത്യമായി ഒരു ഇടപെടാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാവിലുംപാറയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല. കുറ്റ്യാടി ഫോറസ്റ്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമായ സംഭവമാണ്. നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു, കുട്ടിയാനയുടെ പരാക്രമവും തുടരുന്നു. ഇന്ന് രാവിലെ 10 മണി കഴിഞ്ഞാലെങ്കിലും കുട്ടിയാനയെ മയക്കുവെടി വെക്കാൻ വെറ്ററിനറി സർജൻ എത്തിയെന്ന വാർത്ത നൽകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ. ദീപ്തി. ശരി. കോഴിക്കോട് കുറ്റ്യാടി ചീരണിയിൽ 2 ആഴ്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ ഇന്ന് മയക്കുവെടി വയ്ക്കും. വെറ്റിനറി സർജൻ അടങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ സ്ഥലത്തെത്തും. ഇന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ കുറ്റ്യാടി മാനന്തവാടി റോഡ് ഉപരോധിക്കുമെന്ന് നാട്ടുകാർ അധികൃതരെ അറിയിച്ചു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.